നടിയെ അപമാനിച്ചെന്ന പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരന് കോടതി ജാമ്യം അനുവദിച്ചു. ആലുവ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഉപാധികളോടുകൂടിയല്ലേ ജാമ്യം? കൂടുതൽ വിവരങ്ങൾ. സിന്ധൂരി, സനൽകുമാറിന് ഇന്നലെ കോടതി ഒരു ദിവസത്തേക്ക് ജാമ്യം ലഭിച്ചിരുന്നു. അത് സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് വീണ്ടും സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സനൽകുമാർ ശശിധരൻ ശ്രമിച്ചത്. അതിന്റെ ഭാഗമായി ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ സനൽകുമാർ ഹാജരായി. തനിക്ക് ജാമ്യം നൽകണം എന്ന് സനൽകുമാർ വാദിച്ചു. ഇത് കള്ളക്കേസാണ് എന്നൊക്കെയായിരുന്നു വാദം. കോടതി നിലവിൽ സനൽകുമാറിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഉപാധികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്നതേ ഉള്ളൂ. മുംബൈയിലെത്തിയാണ് സനൽകുമാറിനെ എളവക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രമുഖ നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിനും പിന്തുടർന്ന് ശല്യപ്പെടുത്തി എന്നതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് സനൽകുമാറിനെതിരെ കേസെടുത്തത്. പക്ഷെ ആ കേസെടുത്ത സമയത്ത് സനൽകുമാർ അമേരിക്കയിലായിരുന്നു. അതുകൊണ്ട് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കി. തുടർന്ന് സനൽകുമാർ ഞായറാഴ്ച മുംബൈയിലെത്തിയ സമയത്ത് അവിടെ തടഞ്ഞു വെക്കുകയായിരുന്നു. പിന്നീട് എളമക്കര പോലീസ് മുംബൈയിലെത്തി. ഇന്നലെ വൈകിട്ടാണ് സനൽകുമാറിന് മുംബൈയിൽ നിന്ന് കൊച്ചിയിലെത്തിച്ചത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി ഒരു ദിവസത്തേക്ക് ജാമ്യം നൽകി. ഇന്നിപ്പോൾ വീണ്ടും കോടതിയിൽ ഹാജരായ സനൽകുമാറിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഓക്കെ, വ്യക്തമാണ് ഉമേഷ്. നടിയെ അപമാനിച്ച പരാതിയിലാണ് സംവിധായകൻ സനൽകുമാർ ശശിധരന് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഉപാധികളോടുകൂടിയാണ് ജാമ്യം. ആലുവ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.